ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കൗൺസിൽ. നമ്മളിന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ ഡേ 5 ആണ് നോക്കുന്നത്. സോ നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണിത്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരാളോട് വഴി ചോദിക്കുന്ന വിധവും ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന വിധവുമാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നത്. ഡെയിലി ലൈഫിൽ നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഇത് രണ്ടും, അല്ലേ? ഒരാളോട് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഒരാളോട് വഴി ചോദിക്കുക. നമ്മൾ പല സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പോൾ എല്ലാ ഇടത്തേക്കുള്ള വഴി നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല, അല്ലേ? നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സൊക്കെ ഉണ്ടാകാം, എന്നാൽ പോലും ചെറിയൊരു കടയിലേക്ക് പോകുന്ന വഴിയോ ചെറിയൊരു ഹോസ്പിറ്റലിലേക്കുള്ള വഴിയോ നമുക്ക് ചിലപ്പം ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ നമ്മൾ ചോദിക്കേണ്ടതും പറയേണ്ട രീതിയാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഫസ്റ്റ്, ഇപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വഴിയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേര് അമൃത ഹോസ്പിറ്റൽ എന്നാണെങ്കിൽ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ നമ്മളതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? നോർമലി വുഡ് യു പ്ലീസ്, നോർമലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ ഹോസ്പിറ്റൽ. വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ മതി. വുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി താങ്കൾ, ടെൽ മീ ഒന്ന് പറഞ്ഞു തരുമോ, ടെൽ മീ പറയുമോ എന്നോട് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി. വേ എന്നുള്ള ടൈമാണ് നമുക്ക് വഴി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദി ഹോസ്പിറ്റൽ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി അമൃത ഹോസ്പിറ്റൽ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിക്കണമെങ്കിലോ, ആദ്യം നമ്മൾ ചോദിച്ച വഴിയാണ് അമൃത ഹോസ്പിറ്റലിലേക്കുള്ള വഴി. അപ്പം വുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ അമൃത ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ മതി. ഇപ്പം നമ്മൾ ചോദിക്കാൻ പോകുന്നത് അമൃത ഹോസ്പിറ്റൽ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ്. അപ്പം വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദി അമൃത ഹോസ്പിറ്റൽ ഈസ്, അല്ലെങ്കിൽ വേർ ദ ഹോസ്പിറ്റൽ ഈസ് എന്ന് ചോദിച്ചാൽ മതി. വേർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അമൃത ഹോസ്പിറ്റൽ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കേണ്ടെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ അമൃത ഹോസ്പിറ്റൽ ഈസ് എന്നാണ് ചോദിക്കേണ്ടത്. ശരി, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ചോദിക്കാം. വേ ടു ദ ഹോസ്പിറ്റൽ, വേർ ദ ഹോസ്പിറ്റൽ ഈസ്, അല്ലേ? രണ്ടർത്ഥമാണ്. ഹോസ്പിറ്റലിലേക്കുള്ള വഴി, വേ ടു ദ ഹോസ്പിറ്റൽ, എവിടെയാണ് ഹോസ്പിറ്റൽ, വേർ ദ ഹോസ്പിറ്റൽ ഈസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കേണ്ട രീതി നമ്മൾ നോക്കി. ഇനി നമ്മളോട് ഒരാളാണ് ഈ ചോദ്യം ഒരാൾ നമ്മളോടായി ചോദ്യം ചോദിക്കുന്നത്. വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ ഹോസ്പിറ്റൽ ഈസ് എന്നോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് അവരോട് വഴി പറഞ്ഞു കൊടുക്കണം. അപ്പം എനിക്ക് പല രീതിയിൽ വഴി പറഞ്ഞു കൊടുക്കാം. ഒന്നെങ്കിൽ ഇതിലേ പോയാൽ മതി, അതിലേ പോയാൽ മതി, ഇതിലേ പോയിട്ട് നേരെ തിരിഞ്ഞ് പോകണം, അതിലേ പോയിട്ട് തിരിഞ്ഞ് പോകണം, ഇതിലേ നേരെ പോയിട്ട് മുകളിലേക്ക് പോകണം, ഇതിലെ നേരെ പോയിട്ട് താഴേക്ക് പോകണം. ഇങ്ങനെ പല രീതികൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇന്ന ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്, ഇന്ന ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്, പല രീതികളിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിലേ അല്ലെങ്കിൽ അതിലേ പോകൂ എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഇതിലേ പോകൂ എന്ന് പറയണമെങ്കിൽ ദിസ് വേ എന്ന് പറഞ്ഞാൽ ഇതിലേ. പ്ലീസ് എന്ന് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യും, കാരണം ഇത് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നമുക്ക് എപ്പോഴും ഒരു റെസ്പെക്റ്റോടെ ആയിരിക്കും നമ്മൾ ദയവായി ഇതിലേ പോകൂ എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അത് നോർമലി നമ്മൾ പറയുന്നത് തന്നെ റെസ്പെക്റ്റോടെ കൂടി, അങ്ങനെ ഒരു പൊളൈറ്റായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുള്ളൂ. അപ്പം ദിസ് വേ എന്ന് പറഞ്ഞാലും മതി, പക്ഷേ ദിസ് വേ പ്ലീസ്, ദയവായി ഇതിലേ പോകൂ. അപ്പം ദിസ് വേ പ്ലീസ് എന്നാണ് പറയേണ്ടത്, ഇതിലേ പോയാൽ മതി എന്നുള്ളതിന്. ഓക്കെ, ഇനി അതിലേ പോകൂ എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിലോ ദാറ്റ് വേ പ്ലീസ് എന്ന് പറയുക. ഇനി ഇതിലേ അല്ല നിങ്ങൾ പോകണ്ടേ എന്നാണെങ്കിൽ നോട്ട് ദിസ് വേ എന്ന് പറയുക. നോട്ട് ദിസ് വേ, നോട്ട് എന്ന് പറഞ്ഞാൽ അല്ല, ദിസ് വേ ഈ വഴി. അപ്പം ഈ വഴിയല്ല, നോട്ട് ദിസ് വേ. ആ വഴി അല്ലെന്നാണെങ്കിലോ നോട്ട് ദാറ്റ് വേ. അപ്പം ആ വഴി അല്ലെന്നാണ് അർത്ഥം. ഇനി ഇതിലേ അല്ല അതിലേ പോകൂ എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിലോ നോട്ട് ദിസ് വേ ദാറ്റ് വേ പ്ലീസ് എന്ന് പറഞ്ഞാൽ മതി. ഈ വഴിയല്ല ആ വഴിയേ പോകൂ, നോട്ട് ദിസ് വേ ദാറ്റ് വേ പ്ലീസ് എന്ന് പറയാം. ഇനി നമുക്ക് ഇതിലെ നമുക്ക് സ്ട്രെയിറ്റ് നേരെ പോയിട്ട് നേരെ മുകളിലേക്ക് പോയാൽ മതി എന്നാണ് പറയണ്ടേ, നേരെ മുകളിലേക്ക്. അപ്പം ദിസ് വേ സ്ട്രെയിറ്റ് അപ്പ് പ്ലീസ്, നേരെ താഴേക്ക് ദിസ് വേ സ്ട്രെയിറ്റ് ഡൗൺ പ്ലീസ്, നേരെ ഇടതുവശത്തേക്ക് ദിസ് വേ സ്ട്രെയിറ്റ് ലെഫ്റ്റ് പ്ലീസ്, ഇതിലെ വലതുവശത്തേക്കാണെങ്കിലോ ദിസ് വേ സ്ട്രെയിറ്റ് റൈറ്റ് പ്ലീസ് എന്നൊക്കെ പറയാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് വഴി പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യം, ഓക്കെ, തിരിഞ്ഞു പോകാനൊക്കെ പറയണമല്ലോ. ഇതിലെ നേരെ പോയിട്ട് തിരിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞാൽ ദിസ് വേ സ്ട്രെയിറ്റ് ആൻഡ് ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോയാൽ മതി എന്നാണെങ്കിൽ ദിസ് വേ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ്, അല്ലെങ്കിൽ ദിസ് വേ സ്ട്രെയിറ്റ് ആൻഡ് ടേൺ റൈറ്റ്. ഇനി നേരെ മുകളിലേക്ക് പോയിട്ട് തിരിഞ്ഞാൽ മതി എന്നാണെങ്കിലോ ദിസ് വേ സ്ട്രെയിറ്റ് അപ്പ് ആൻഡ് ടേൺ ലെഫ്റ്റ് ഇടതേക്ക്, ടേൺ റൈറ്റ് വലതേക്ക്. അപ്പോൾ ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതേക്ക് തിരിയൂ, ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക് തിരിയൂ എന്നൊക്കെയാണ്. അപ്പം ഇപ്പോൾ അത്യാവശ്യം ഒരാൾ നിങ്ങളോട് വഴി ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള വഴിയൊക്കെ ഇപ്പോൾ അറിയാം, അല്ലേ?
ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ വഴി പറഞ്ഞു കൊടുക്കേണ്ട വരുന്നതാണ് ഇന്ന കടയുടെ ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്ങനെ പറയും, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് ദി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, വുഡ് യു പ്ലീസ് ടെൽ മി വേർ ദ ഹോസ്പിറ്റൽ ഈസ്? അപ്പം ഞാൻ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് ദി ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്താണ്. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ, ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഹോസ്പിറ്റൽ. അപ്പം ഓൺ ദ വേ ടു ദ ഹോസ്പിറ്റൽ, ഓൺ ദ വേ ടു ദ ഹോസ്പിറ്റൽ എന്ന്, ഓൺ ദ വേ ടു ദ ബസ് സ്റ്റാൻഡ് എന്ന് പറയാം. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ ഓൺ ദ വേ ടു ദ ബസ് സ്റ്റാൻഡ്. ഇനി അതുമല്ല, ബസ് സ്റ്റാൻഡിൻ്റെ പുറകു വശത്താണെങ്കിൽ അറ്റ് ദ ബാക്ക് ഓഫ് ദ ബസ് സ്റ്റാൻഡ് എന്ന് പറയുക. അറ്റ് ദ ബാക്ക് ഓഫ് ദ ബസ് സ്റ്റാൻഡ്, പുറകു വശത്ത്. ഇനി ഒന്നാമത്തെ ഫ്ലോറിലാണ് എന്നാണെങ്കിലോ ഓൺ ഉപയോഗിക്കുക. ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ, ഒന്നാമത്തെ ഫ്ലോറിൽ, ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണെങ്കിലോ ഓൺ ദി ടോപ്പ് ഫ്ലോർ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഓൺ ദി സെക്കൻഡ് ഫ്ലോർ, ഓൺ ദി തേർഡ് ഫ്ലോർ, ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. ഫ്ലോർ ഏതാണെങ്കിലും ഇപ്പോൾ ഓൺ ദി ഉപയോഗിച്ച് ഇന്ന ഫ്ലോറിലാണെന്ന് പറയാം. ഇനി ഇന്ന റോഡിലാണെന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിലോ ഇന്ന് ഉപയോഗിക്കുക, എപ്പോഴും ഇന്ന് ഉപയോഗിക്കുക. ഇൻ ദ എം സി റോഡ്, എം സി റോഡിലാണെങ്കിൽ ഇൻ ദ എം സി റോഡ്, അല്ലെങ്കിൽ കോളേജ് റോഡിലാണെങ്കിൽ ഇൻ ദ കോളേജ് റോഡ്, ഹോസ്പിറ്റൽ റോഡിലാണെങ്കിൽ ഇൻ ദ ഹോസ്പിറ്റൽ റോഡ് എന്നൊക്കെ പറയാം. ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഈ സ്ഥാപനം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തേ ഇല്ല. അപ്പോൾ എങ്ങനെ പറയും? നോ ഐഡിയ, ഒറ്റ ഐഡിയ ഇല്ല എനിക്ക് അതിനെപ്പറ്റി ഒരറിവുമില്ല. നോ ഐഡിയ, പ്ലീസ് ആസ്ക് എനി വൺ എൽസ്. ദയവായി മറ്റാരോടെങ്കിലും ചോദിക്കൂ. പ്ലീസ് ആസ്ക് എനി വൺ എൽസ്. അപ്പം നോ ഐഡിയ, എനിക്കറിഞ്ഞൂടാ, ബട്ട് പ്ലീസ് ആസ്ക് എനി വൺ എൽസ്, മറ്റാരോടെങ്കിലും ചോദിക്കൂ എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത് ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കോ പോകുന്ന വഴിയാണ്. ഡയറക്റ്റ് വഴി ചോദിക്കുകയാണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മി ദ വേ, വഴി. സ്ഥാപനം എവിടെയാണെന്നൊക്കെ ആണെങ്കിൽ വുഡ് യു പ്ലീസ് ടെൽ മി വേർ ദ ഹോസ്പിറ്റൽ ഈസ് എന്ന് ചോദിക്കാം. വേർ ഉപയോഗിക്കാം, വഴിയാണെങ്കിൽ വേ ഉപയോഗിക്കാം. ഇനി ഉത്തരങ്ങൾ പറയുന്നത് നമുക്ക് ഈ രീതിയിലൊക്കെ പറയാം. ഇതിലെയാണെങ്കിൽ ദിസ് വേ, അതിലെയാണെങ്കിൽ ദാറ്റ് വേ. ഇനി അതൊന്നുമല്ല, ഓപ്പോസിറ്റ് ആണെങ്കിൽ അറ്റ് ദി ബാക്ക് ഓഫ് ദി, അല്ലെങ്കിൽ വഴിയിലാണെങ്കിൽ ഓൺ ദ വേ ടു ദ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പല രീതികളിലും ഈ ആൻസേഴ്സ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരാളുടെ വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ കോൺഫിഡൻറ്റോടെ, തെറ്റാതെ, കറക്റ്റായിട്ട്, ഫ്ലുവൻ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കാൻ ഈ ക്ലാസ്സോടെ നിങ്ങൾക്ക് കഴിയും. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. So wish you all the very best. Thank you.